ആദ്യം നമുക്ക് എണ്ണ ചൂടാക്കാം. ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഒരു സവാള, ഒരു ക്യാരറ്റ്, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ബീട്രൂട്ട്, ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു കായപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും പിന്നെ 1 സ്പൂൺ ഗരം മസാലപ്പൊടിയും ആഡ് ചെയ്യാം. ഗരം മസാലപ്പൊടിക്ക് പകരം ചിക്കൻ മസാല ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വശക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മൈദാമാവും 2 സ്പൂൺ റവയും അതുപോലെ തന്നെ 3-4 ബ്രെഡ് പൊടിച്ചതിൻ്റെ കുറച്ച് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മല്ലിയില കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് റെഡിയായി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വരെ ഇത് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു. ഇത് സൂപ്പർ ടേസ്റ്റാണ്. കാണാം എല്ലാ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും വരും. അതുപോലെ നമ്മൾ എണ്ണയിലിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തൊന്നും എടുക്കാൻ വേണ്ട. അപ്പോൾ ഹെൽത്തിയുമാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.